മറ്റുള്ളവർ കാണാതെ പോകുന്നവ ദൈവം കാണുന്നു. ഈ പുതിയ ദിവസം ആത്മാർത്ഥമായ ഹൃദയത്തോടെ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് വായിക്കുന്നു. ഈ പ്രോത്സാഹന വചനത്തെ മുൻനിർത്തി വിധവയുടെ ദാനത്തിലൂടെ യേശു നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ ആളുകൾ വഴിപാടിടുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പല ധനികരും വലിയ തുകകൾ നൽകി. എന്നാൽ ദരിദ്രയായ ഒരു വിധവ വന്ന് 2 ചെറിയ നാണയങ്ങൾ മാത്രമിട്ടു. മനുഷ്യദൃഷ്ടിയിൽ അവളുടെ വഴിപാട് നിസ്സാരമായി തോന്നിയിരിക്കാം. എങ്കിലും മറ്റെല്ലാവരെക്കാളും കൂടുതൽ നൽകിയത് അവളാണെന്ന് യേശു പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? കാരണം ദൈവം ദാനത്തെ അളക്കുന്നത് അതിന്റെ വലിപ്പം നോക്കിയല്ല, മറിച്ച് ത്യാഗം നോക്കിയാണ്. ധനികർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് നൽകിയത്. എന്നാൽ ആ വിധവ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നാണ് നൽകിയത്. തനിക്ക് വിലപ്പെട്ടതാണ് അവൾ സമർപ്പിച്ചത്. ദൈവം എപ്പോഴും ബാഹ്യമായ പ്രവൃത്തികളെക്കാൾ ആഴത്തിൽ നോക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, മനുഷ്യർ പുറമേയുള്ളത് നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു. ആവശ്യമുള്ള ഒരാളെ സഹായിക്കാൻ 2 പേർ പണം നൽകുന്നതായി സങ്കല്പിക്കുക. ഒരാൾ വലിയൊരു തുക നൽകുന്നു, എന്നാൽ ആ കുറവ് അയാൾക്ക് അനുഭവപ്പെടുന്നേയില്ല. മറ്റൊരാൾ ചെറിയൊരു തുക നൽകുന്നു, പക്ഷെ അത് നൽകാനായി അയാൾക്ക് അർത്ഥവത്തായ എന്തോ ഒന്ന് ത്യാഗം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയെങ്കിൽ 2ാമത്തെ ദാനത്തിൽ വലിയ സ്നേഹവും ത്യാഗവും അടങ്ങിയിരിക്കുന്നു. ഇത് ഇന്ന് നമ്മളെ ഒരു വ്യക്തിപരമായ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. എന്റെ ദാനം ഹൃദയത്തിൽ നിന്നും തുടങ്ങി എനിക്ക് മൂല്യമേറിയ ഒന്നിനെ ത്യാഗത്തോടെ ദൈവത്തിനായി നൽകുവാൻ സാധിക്കുന്നുണ്ടോ? ഓർക്കുക, ദാനത്തിന്റെ വലിപ്പത്തേക്കാൾ അത് നൽകുന്ന ഹൃദയത്തിനാണ് ദൈവം മൂല്യം നൽകുന്നത്. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ അർപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അന്ന് എൻ്റെ ഹൃദയത്തെ കാണുന്നു എന്ന് എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കാതെ അങ്ങയെ മാത്രം ബഹുമാനിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി നൽകാൻ എന്നെ സഹായിക്കണമേ. ഓരോ ദാനത്തിലും ത്യാഗത്തെയും വിശ്വസ്തതയെയും വിലമതിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആമേൻ.